സ്കോളിയോസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. നല്ല ക്രാക്ക് ആയിട്ടുള്ള സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് ശരിയാവുമെന്ന്. റീസെന്റ് ആയിട്ട് നമ്മൾ OPD വന്ന സ്കോളിയോസിസ് ഉള്ള ഒരു കുട്ടീനെയാണ് നിങ്ങൾ കാണുന്നത്. ഈ കുട്ടിയും ഇതുപോലെ എല്ലാ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും 16 വയസ്സായിട്ട് ഇതൊന്നും മാറിയിട്ടില്ല. അപ്പൊ എന്താണ് ഈ സ്കോളിയോസിസ് എന്നല്ലേ? നമ്മുടെ നട്ടെല്ലിൽ അസാധാരണമായിട്ട് കണ്ടുവരുന്ന സൈഡ് ടു സൈഡ് അല്ലെങ്കിൽ ലാറ്ററൽ കർവിനെയാണ് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയാ. നേരത്തെ നിങ്ങൾ കണ്ട കുട്ടിന്റെ എക്സ്റേ ആണിത്. നിങ്ങൾക്ക് സ്പൈനിലുള്ള വളവ് കാണാൻ പറ്റുന്നുണ്ടാവും. ഏതൊരു സ്പൈനാണോ ഈ ഒരു കർവ് ബാധിച്ച അതിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കോളിയോസിസ് ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് സ്കോളിയോസിസ് വരാറുണ്ട്. കൺജനിറ്റൽ ആയിട്ടും ന്യൂറോമസ്കുലർ ആയിട്ടും ഇഡിയോപാത്തിക്കോ ആയിട്ടൊക്കെ. ഇനി നിങ്ങൾക്ക് പോസ്ചർ കൊണ്ടാണ് സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സസൈസ് ചെയ്തിട്ടും ഫിസിയോതെറാപ്പി ചെയ്തിട്ടും ഒക്കെ മാറ്റാവുന്നതാണ്. സ്കൂളിലേക്ക് നിങ്ങൾ ഹെവി ബാഗ് കൊടുത്തു വിട്ടാൽ അവരിലും സ്കോളിയോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൺജനിറ്റൽ ആണെങ്കിൽ നമുക്ക് സർജറി മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ആദ്യം കണ്ട വീഡിയോ പോലെ നിങ്ങൾ അവിടെയും ഇവിടെ ഒന്നും പോവാൻ നിൽക്കരുത്. ഇതേപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വേഗം ഫോളോ ചെയ്ത് വെച്ചോളീന്ന്.